വന്ദേ ഭാരത് ട്രെയിനിന് നേരെയുള്ള കല്ലേറിന് അറുതിയാവുന്നില്ല. അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ കല്ലേറുണ്ടായത് വന്ദേ ഭാരതിന് നേരെയാണ്. കഴിഞ്ഞ ദിവസവും മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരതിന് നേരെ കല്ലേറ് നടന്നിരുന്നു. അന്വേഷണത്തിൽ പിടിയിലാകുന്നവരിൽ കൂടുതലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാനസികാസ്വസ്ഥ്യമുള്ളവരാണ്. താനൂരിനും തിരൂരിനും കുറ്റിപ്പുറത്തിനുമിടയിലാണ് കൂടുതലും ട്രെയിനിനു നേരെ കല്ലേറ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കല്ലേറിൽ C7 കോച്ചിന്റെ ചില്ല് തകർന്നുവെങ്കിലും യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല. ആക്രമണത്തിനു ശേഷം ട്രെയിൻ യാത്ര തുടർന്നു. വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ആരംഭിച്ച ശേഷം ഇത് ആവർത്തിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് വന്ദേ ഭാരത് ട്രെയിൻ നേരെ തിരുനാവായ സ്റ്റേഷന് സമീപത്ത് വെച്ചും കല്ലേറ് നടന്നിരുന്നു. ജനുവരിയിലും വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിൻ കുറ്റിപ്പുറം സ്റ്റേഷൻ പിന്നിട്ടതിന് പിന്നാലെയാണ് കല്ലേറുണ്ടായത്. രാത്രി 9 മണിക്കായിരുന്നു സംഭവം. അന്നും ട്രെയിനിന്റെ ചില്ല് പൊട്ടിയിരുന്നു. ഒരാഴ്ച മുൻപ് തിരുനാവായിൽ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ കണ്ടെത്തിയിരുന്നു. ട്രെയിൻ എത്തുന്ന സമയത്താണ് ട്രാക്കിന്റെ കമ്പി കണ്ടെത്തിയത്. ട്രെയിൻ എത്തുന്നതിന് തൊട്ടുമുമ്പ് കമ്പി കണ്ടെത്തി ട്രാക്കിൽ നിന്ന് മാറ്റിയതിനാലാണ് വലിയ അപകടം ഒഴിവായത്. കമ്പി ട്രാക്കിലിട്ട് ആന്ധ്രാപ്രദേശ് സ്വദേശിയെ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തതിൽ മാനസിക പ്രശ്നങ്ങളുണ്ട് സ്ഥിരീകരിച്ചതോടെ ഇയാളെ പോലീസ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ ഒരാളെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പിടികൂടിയിരുന്നു. വെള്ളറക്കാട് വെച്ച് പിടികൂടിയ ഇയാൾ ഹിന്ദി സംസാരിക്കുന്നയാളാണ്. ചന്ദ്രു എന്നാണ് പേര് പറഞ്ഞത്. പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.